നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനിയും ഇത് വെച്ച് വൈകിച്ചാൽ ശരിയാവില്ല. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ എന്റെ വീട്ടുകാരെ അറിയിക്കാം. അവരവിടെ വന്ന് പെണ്ണു ചോദിച്ചോളൂ. അതാ ബെറ്റർ. അയ്യോ ഋഷി, അത് പെട്ടെന്ന് ഇടിപിടിയൊന്നും വേണ്ട. പിന്നെ ആദ്യം ചേച്ചിയുടെ കല്യാണം കഴിയട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. അത് മതി അത് മതി അത് മതി. നീ മെടുക്കിയടി മോളെ. ഒന്ന് പിച്ച വെക്കാൻ പോലും കഴിയാതിരുന്ന എന്നെ തൈലവും കുഴമ്പും പുരട്ടി നീ നടത്തിച്ചല്ലോ. ഇതൊക്കെ ഈശ്വരാനുഗ്രഹം മുത്തശ്ശേ. അതുണ്ട്. എന്നാലും നിന്റെ പ്രയത്നത്തെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കൺഗ്രാറ്റുലേഷൻ സഞ്ജിത. താങ്ക് യു. മുത്തശ്ശി എന്താ പറ്റി മുത്തശ്ശി? കുറച്ച് കിടക്കട്ടെ. ഇരിക്ക പതുക്കെ. പിടിക്കാം പതുക്കെ. മുത്തശ്ശി ഓക്കെ അല്ലേ? മുത്തശ്ശി കുഴപ്പമില്ലല്ലോ. ഹലോ ഹലോ ഋഷി സാർ. ഹലോ ഹലോ ഋഷി സാർ. ഋഷി സാർ എവിടെ പോയി? ഹലോ 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 ഋഷി സാർ. മുത്തശ്ശി ഒന്ന് നോക്കിയോണേ. സോറി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഗോപിക. താ ഒരു കാര്യം ചെയ്യ്, നമ്മൾ സ്ഥിരം കാണാറുള്ള കൂൺസ് കഫേ അല്ലേ, അങ്ങോട്ട് വാ. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഞാൻ വരാം. ഓക്കെ ശരി. ഗോപിക എപ്പോഴും ഋഷിയെ കാണുന്നുണ്ടല്ലേ? കൂൺസ് കഫേയിൽ വെച്ചാണ് മീറ്റിംഗ്. ഈ ഗോപികയുടെ ശല്യം എങ്ങനെ ഒഴിവാക്കാം? ഇനി മുതൽ എന്നും 3:30 വരെ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. 3:30 മുതൽ 4:30 വരെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഏർപ്പെടുത്താൻ പോവാ. ഈ നടത്തുന്ന സ്പെഷ്യൽ ക്ലാസ് കാരണം എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കും. എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വീട്ടില് പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്ന നമുക്കിട്ടൊരു പണിയാണല്ലോ ടീച്ചറെ. ഇത് എനിക്കൊരു തിരിച്ചടിയാണല്ലോ. ഞാനൊരു ആശയം പറഞ്ഞിട്ട് നിങ്ങളാരും ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ലല്ലോ. നിങ്ങൾ എന്തു പറയുന്നു? നല്ല ആശയമാ. അത് നല്ല ഐഡിയ. ഈ ഐഡിയ എനിക്ക് നൽകിയത് ദേവിക ടീച്ചറാ. ദേവികയ്ക്ക് ഈ സ്കൂളിനോടും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുമുള്ള ആത്മാർത്ഥത ഈ ഐഡിയയിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ ആരംഭിക്കുന്ന ഈ സ്പെഷ്യൽ ക്ലാസ്സിന് ടീച്ചേഴ്സിന്റെ ഒരു ടീം രൂപീകരിക്കുന്നുണ്ട്. അതിന്റെ ലീഡറായിട്ട് ദേവിക ടീച്ചറെയാണ് ഞാൻ കാണുന്നത്. ദേവിയേക്കാൾ നല്ലത് രാധിക ടീച്ചറെ ലീഡർ ആക്കുന്നത് തന്നെയാ. രാധിക ടീച്ചർക്ക് ദേവിക ടീച്ചറെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ദേവികയ്ക്ക് എന്താ കുഴപ്പം? എക്സ്പീരിയൻസ് കുറവാണെങ്കിലും ദേവിക ടീച്ചർക്ക് നല്ല കാര്യപ്രാപ്തിയുണ്ട്. അതുകൊണ്ട് ദേവിക ടീച്ചറെ തന്നെ ലീഡർ ആക്കുന്നതാണ് നല്ലത്. അത് പറ്റില്ല. രാധിക ടീച്ചർ മതി. ഏയ് നിർത്ത. ഒച്ചപ്പാടും ബഹളവും ഒന്നും വേണ്ട. നമുക്ക് സമാധാനത്തോടെ ഇതിനൊരു പരിഹാരം കാണണം. ദേവികയെ അംഗീകരിക്കുന്നവർ കൈ ഉയർത്തുക. ഭൂരിപക്ഷം ആർക്കാണോ അവരെ നമുക്ക് ലീഡറായി നിയോഗിക്കാം. ആർക്കൊക്കെയാണ് ദേവികയെ ലീഡറായി വേണ്ടത്? അവര് കൈ ഉയർത്തു. ഓക്കെ, അപ്പോ കൂടുതൽ ഭൂരിപക്ഷം ദേവിക ടീച്ചർക്ക. ആ സ്ഥിതിക്ക് ദേവിക ടീച്ചറെ ടീച്ചേഴ്സിന്റെ ലീഡറായിട്ട് ഞാൻ പ്രഖ്യാപിക്കാം. ഇവളോട് ഏതു വിധേനയും പകരം വീട്ടണം.
കാശ് ദാ ചേട്ടാ. ഗോപിക, ഹായ് ഋഷി സർ. ആ വന്നിട്ട് ഒത്തിരി നേരമായോ? ഏയ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. പറയടോ, ചേട്ടന്റെ ജോലിക്കാരും വീട്ടിൽ അറിയിച്ചോ? ചേട്ടന് ജോലി കിട്ടിയതിൽ വീട്ടിലെല്ലാരും ഹാപ്പി അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ, എല്ലാരും ഹാപ്പിയായി. ചേട്ടന് വലിയ സമാധാനമായി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? ചേച്ചിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ട്? ഞാൻ പറഞ്ഞാൽ ഉടൻ അനീഷേട്ടന് ജോലി കൊടുക്കാനും മാത്രം ഞാനും സാറും തമ്മിൽ എന്താ ബന്ധമെന്ന്. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ആ എന്ത് പറയാൻ, നമ്മള് നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. ഛേ, അത് നല്ലൊരു ചാൻസ് ആയിരുന്നു. താനത് പാഴാക്കി കളഞ്ഞല്ലോ. എടോ, ഞാനും താനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തനിക്ക് തന്റെ ചേച്ചിയോട് തുറന്ന് പറയാമായിരുന്നില്ലേ? അത് പിന്നെ ഋഷി, എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം. ഉം, ഇനിയും ഇത് വെച്ച് വൈകിച്ചാൽ ശരിയാവില്ല. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ എന്റെ വീട്ടുകാരെ അറിയിക്കാം. അവരവിടെ വന്ന് പെണ്ണ് ചോദിച്ചോളൂ. അതാ ബെറ്റർ. അയ്യോ ഋഷി, അത് പെട്ടെന്ന് ഇടപെടിയൊന്നും വേണ്ട. പിന്നെ ആദ്യം ചേച്ചിയുടെ കല്യാണം കഴിയട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. അത് അത് മതി, അത് മതി, അത് മതി. എന്താ, അതുവരെ കാത്തിരുന്ന തന്റെ മനസ്സ് മാറോ? എടോ, താൻ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്റെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് തന്നെ തന്നെയായിരിക്കും. തനിക്ക് എന്നെ വിശ്വസിക്കാം. വെറുതെ വിശ്വസിക്കണ്ട. ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായി നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു കല്യാണ നിശ്ചയം നടത്താം. എന്നിട്ട് തന്റെ ചേച്ചി എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടാനായി നമുക്ക് ചേച്ചിക്ക് വേണ്ടി നല്ലൊരു പയ്യനെയും കണ്ടുപിടിക്കാം. കൊള്ളാം, അത് നല്ല ഐഡിയ. ആ. അമ്മ എനിക്ക് പുറത്ത് പോണം. എനിക്ക് ഇപ്പൊ തന്നെ പുറത്ത് പോണം അമ്മ. മോൻ നല്ല കുട്ടിയല്ലേ? അമ്മ പറഞ്ഞ മോൻ അനുസരിക്കില്ലേ? അനുസരിക്കും. എന്റെ പൊന്നു മോൻ, ഇപ്പൊ പുറത്തു പോണ്ട. ഞാൻ പോവും. എനിക്ക് പോണം, എനിക്ക് പോണം. അനുസരണയുള്ള കുട്ടികള് ഇപ്പൊ പുറത്തു പോവില്ല. ഞാൻ അനുസരണയുള്ള കുട്ടിയല്ല. എനിക്ക് പോണം. സിധു, ഞാൻ പുറത്ത് പോവും അമ്മ. സിധു പറയുന്ന കേക്ക്. അമ്മ ഞാൻ പോവാ. വീട് ചക്കര കുട്ടനല്ലേ? അമ്മ പിന്നീട് കൊണ്ടുവാ. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് പോണം. സിധു, വേണം, എനിക്ക് പോണം. എന്താ സിധു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.